എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ കണ്ണാടിയെല്ലാം നോക്കി ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അമ്മ രാവിലെ തന്നെ ഒരു കല്യാണത്തിന് പോവാൻ റെഡി ആയതാണ്. അമ്മാരെ കല്യാണം എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് അനിത ടീച്ചറിൻ്റെ മകൻ്റെ. അപ്പോൾ അനിത ടീച്ചറുടെ മോൻ്റെ കല്യാണം. നമ്മൾ ഇന്നലെ പോയിട്ട് ഹൽദിക്കെല്ലാം പോയിട്ട് അടിപൊളിയാക്കിയിട്ട് വന്ന്. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ നിന്നാണ് കല്യാണം. തൃച്ചംബരത്ത് നിന്നല്ല, തൃച്ചംബരത്ത് നിന്ന് കല്യാണമാണ്. അപ്പോൾ അമ്മ പോവും, വൈകുന്നേരം നമ്മൾ റിസപ്ഷനെല്ലാം പോവും. അപ്പോൾ വൈകിക്കണ്ട കേട്ടോ. ശരി എന്നാലും അമ്മേൻ്റെ പുതിയ സാരിയാണ്. അപ്പം അമ്മയും അച്ഛനും ഇറങ്ങിയേ. കല്യാണം രാവിലെയാണ് കേട്ടോ. മുഹൂർത്തം 9:45 to 10:15 ആ ഒരു സമയത്താണ് മുഹൂർത്തം വരുന്നത്. അതുകൊണ്ട് രാവിലെ നമ്മൾ കല്യാണത്തിന് പോകുന്നില്ല. എന്ന് വെച്ചാൽ ജാമിക്കുട്ടീനെയും കൊണ്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം കുറുക്കുകൂടിയും കാര്യങ്ങളും എല്ലാം ചെയ്യണമല്ല. വൈകുന്നേരം റിസപ്ഷന് പോകാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നേ. നമുക്കിന്ന് ഇടിയപ്പവും കടലക്കറിയാണ് ബ്രേക്ക്ഫാസ്റ്റ്. വേഗം കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് ചെടിക്കൊക്കെ വെള്ളം നനക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് തക്കാളിയും മുളകും എല്ലാം പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നട്ട് നനച്ച് ഇങ്ങനെ ചെറിയ ചെടി ഉണ്ടായത് ഇങ്ങനെ വളർന്ന് അതിനിങ്ങനെ കായൊക്കെ പിടിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ തക്കാളിയൊക്കെ കുഞ്ഞു തക്കാളികൾ പിടിച്ചിട്ടുണ്ട്. പിന്നെ മുളക് കുറച്ചെണ്ണം പിടിച്ചിട്ടുണ്ട്. അതിനെ 2-3 പറിച്ചു. ബാക്കി കുഞ്ഞുതായിട്ട് പിടിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് തീരെ സ്ഥലവും ഇല്ലല്ലോ. അതുകൊണ്ട് അതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് നടായിരുന്നു. പക്ഷേ സാരില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ അല്ലേ. ഈ വഴുതനേൻ്റെ ചെടിയൊക്കെ നന്നായി കിട്ടിക്കഴിഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്കേ ഇങ്ങനെ കഴിക്കുമല്ലോ. ഇടയ്ക്കിടയ്ക്കേ വഴുതന തന്നുകൊണ്ടിരിക്കും. അതിനിടയിൽ നമ്മൾ ചാമ്പ മരം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഫെയിലായിപ്പോയി. എന്തോ മരത്തിൻ്റെ പ്രശ്നമാണെന്നോ അല്ല നമ്മൾ നട്ട മണ്ണിൻ്റെ പ്രശ്നമാണെന്നോ ഒന്നും അറിയില്ല. അത് ഫെയിലായിപ്പോയി. അപ്പോൾ ഞാൻ വേഗം ചെടിക്കൊക്കെ ഒന്ന് വെള്ളം നനക്കട്ടെ. യാമിക്കുട്ടി ഉറക്കം എണീക്കുന്നതേ ഉള്ളൂ. തൊട്ടിൽ നല്ല ഉറക്കത്തിലാണ്. ചില സമയത്ത് രാവിലെ എണീക്കുകയെ 7 മണി 7:15 ചില സമയത്ത് നല്ലോണം വൈകുകയും ചെയ്യും. നിച്ചൂട്ടി അച്ഛനും കൂടെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. നിച്ചൂട്ടി ഉറക്കത്തിനുള്ള മൂഡിൽ തന്നെ ഉണ്ട് അത്രേ. ഒന്നും സുഖമായിട്ടില്ല. അപ്പോൾ അമ്മ രാവിലെ പോകുമ്പോൾ തന്നെ ഉച്ചയ്ക്കുള്ള കറിയും ചോറും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിനി. അപ്പം ഞാൻ ഏതായാലും ഒരു വറവ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് നമ്മുടെ പടവലുണ്ടല്ലോ അതെടുത്തതാണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഉണക്കച്ചെമ്മീനും കൂട്ടിയിട്ട് വറുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. പടവൽ സാധാരണ പോലെ വറുത്ത് ലാസ്റ്റ് ഉണക്കച്ചെമ്മീൻ വറുത്തിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. യാമിക്കുട്ടി എണീക്കേണ്ട സമയമായി ഏകദേശം. അതിനു മുന്നേ വേഗം ഒന്ന് തീർക്കട്ടെ. എണീറ്റാ കാല് പിടിക്കില്ല. Good morning. Good morning, Amishe. Nichase. ഞെക്കല്ലടാ ചേച്ചി, ഞെക്കല്ല ചേച്ചി. ആരാ യമ്മി? ആരാ? താച്ചി. അമ്മ അച്ഛൻ്റെ മേത്ത് താച്ചി 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 താച്ചി. അപ്പൊ നമ്മുടെ വറവ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. യാമിക്കുട്ടി എണീറ്റോണ്ട് ഞാൻ യാമിക്കുട്ടിക്കുള്ള കുറുക്കും റെഡിയാക്കി. റാഗി കുറുക്ക് തന്നെയാണ് രാവിലെ മിക്കവാറും തന്നെയാണ് കൊടുക്കൽ, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട്. അപ്പോൾ ഇത് റെഡിയാക്കി ഇനി യാമിക്ക് കുറുക്ക് കൊടുക്കട്ടെ. യാമിക്കുട്ടിക്ക് ഉറക്കപ്പിച്ച് മാറിയിട്ടാട്ട് ഇങ്ങനെ ഉറക്കുണ്ട് അത്രേ. നമ്മൾ ഇന്നലെ ഹൽദി ഫംഗ്ഷനെല്ലാം പോയിട്ട് ആ ഒരു ക്ഷീണെല്ലാം ഉണ്ട് അത്ര കേട്ടാ. യാമി കിടക്കുന്ന കാണിച്ചേരേ. കണക്കും അറിയില്ല. യാമി താച്ച് ഇതേ പുതിയ കളിയാണേ. കൈ ഇങ്ങനെ വെച്ചു കൊടുത്താ യാമി താച്ച് അല്ലേ. യാമി താച്ച് ഇല്ല മതി. പിന്നെ ആരോ കമന്റ് ചെയ്തിട്ടുണ്ടായിനി യാമിക്കുട്ടിക്ക് എങ്ങനെയാ വെള്ളം കൊടുക്കുന്നത്, ഏത് ബോട്ടിലാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഞാൻ ആദ്യം നിപ്പിളിൽ കൊടുത്തിട്ടുണ്ടായിനി. പക്ഷെ അത് അത്ര നല്ലതല്ലാന്ന് പറയുന്നത് കേട്ടു. ഡോക്ടേഴ്സ് എല്ലാം വലിച്ച് കുടിക്കുന്നത്. പിന്നെ അതിലധികം വേണ്ട ക്വാണ്ടിറ്റി കുടിക്കുന്നുമില്ലേ. അപ്പൊ ഞാൻ കപ്പിൽ തന്നെ മെല്ലെ ട്രെയിൻ ചെയ്യിപ്പിച്ചേ. ഇപ്പൊ കപ്പിൽ തന്നെയാണ് കേട്ടോ വെള്ളം കൊടുക്കൽ. കുറച്ചായിട്ട് നല്ലോണം ശ്രദ്ധിക്കണം. ആദ്യം തൊണ്ടയിൽ കുടുങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ മെല്ലെ കുറച്ച് കൊടുത്ത് ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കണം. ഇപ്പൊ യാമി എക്സ്പേർട്ടായിട്ട് കുടിക്കുന്നുണ്ട്. കുഞ്ഞു കപ്പിൽ തന്നെ കൊടുത്തിട്ട് മെല്ലെ ട്രെയിൻ ചെയ്യിപ്പിച്ച് അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. കുറച്ച് ക്വാണ്ടിറ്റി വെള്ളം വേണം ഇപ്പൊ എന്തായാലും, അല്ലെങ്കിൽ വയറ്റിന്ന് പോകാനും ബുദ്ധിമുട്ടായിരിക്കുവേ. അപ്പൊ അങ്ങനെ കപ്പിൽ തന്നെയാണ് ഇപ്പൊ കൊടുക്കല്. അമ്മേ കുറുക്ക് കുടിക്കാ മടിയാണ് ഇപ്പം. ഇതിൽ നിന്ന് എണീറ്റ് ഓടാൻ വേണ്ടിട്ട് കളിക്കും. കുറുക്ക് കുടിക്കുമ്പോ കുറുക്ക് കുടിക്കാ ചിരിക്കുന്ന കളി പെണ്ണെ. പിടിച്ചോ
ഈ ചുട്ടിൻ്റെ മുടിയെല്ലാം രാവിലെ തന്നെ അഴിച്ച് സെറ്റാക്കി എല്ലാം കെട്ടി വെക്കുന്നതാണ് മേലെ. ഇപ്പോൾ ചൂടും കൂടെ ആയതുകൊണ്ട് ഭയങ്കര പ്രശ്നമല്ലേ. ഇന്ന് വിട്ടിട്ടില്ല, ലീവുള്ള ദിവസമല്ലേ അമ്മ, കുറച്ച് കഴിയട്ടെ എന്നെല്ലാം പറഞ്ഞിട്ട് എന്നെ വിട്ടിട്ടില്ല. അപ്പോൾ കയ്യോടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചീക്ക് പിടിക്കുമല്ലോ. അതിന് അമ്മിക്കുട്ടിയാണെങ്കിൽ വിടുന്നേ ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കും. ഞാൻ നിച്ചുട്ടിന്റെ മുടി ചീകി കൊടുക്കും, പേൻ നോക്കുമല്ലോ ചെയ്യുമ്പോണ്ടല്ലോ എന്താ ചെയ്യാന്നറിയാം, വളയലിട്ട് വെക്കുന്ന ഈ പൗച്ച് യാമീൻ്റെ കയ്യിൽ കൊടുക്കുവേ. കുറേ നേരം ഇരുന്ന് കളിച്ചോളൂ കേട്ടോ. അതെല്ലാം എടുത്ത് പുറത്തിടും, നഖത്തിടും, വേലിച്ച് വാരിയിട്ട് അങ്ങനെ ഇരുന്ന് കളിച്ചോളും അല്ലേ. ഞാനൊന്ന് നിച്ചില്ല, തലയെല്ലാം ചീകി സെറ്റാക്കട്ടെ. ഇല്ല, ഓ ഒരു 10 മിനിറ്റ് ചേച്ചിയുടെ തലയെല്ലാം ചീകി സെറ്റാക്കുമ്പോഴേക്ക് ഇതാണ് അവസ്ഥ. ഫുള്ള് വലിച്ച് വാരി ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം പൊറുക്കി വെക്കണം. എന്താ സ്കൂളിൽ പോവാഞ്ഞേ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. നിച്ചിട്ട് എന്താ സ്കൂളിൽ പോവാഞ്ഞേ? അച്ഛക്ക് പറ കേൾക്കുന്നില്ല. ജലദോഷായിട്ടാ? നിച്ചിട്ടിക്ക് ചെവി വേദന ഉള്ളതായിട്ട് 2 ദിവസമായേ, അതുകൊണ്ട് സ്കൂളിൽ പോയിട്ടില്ല. യാമി ഇങ്ങ വാ, ഇങ്ങ വാ. ഇന്നാ ചേച്ചി ഒറ്റക്കന്നെ ക്ലിപ്പെല്ലാം എടുത്തിട്ട് തലയിൽ കുത്തിയിട്ടുണ്ട്. കാണിച്ച ക്ലിപ്പ് കുത്തിയതാന്ന് ചേച്ചേ. ഓ വീട്ടിലുണ്ടാകുമ്പോൾ ഒരുങ്ങി നിൽക്കുക, എവിടേക്ക് പോകുമ്പോൾ കുത്താൻ വിടൂല അല്ലേ ചുട്ടി? ചുട്ടി ഇതാ ഒരാളെ പണി ഇപ്പം എന്തിൻ്റെ മേലെ ഇതാ പിടിച്ചിങ്ങനെ നിൽക്കുക. അതാണ് മെയിൻ പരിപാടി. നിന്ന അമ്മ ഒന്നും പറഞ്ഞിട്ട, മോള് തൊടല്ല, മോള് തൊടണ്ട. ആ ഇങ്ങനെ നിൽക്കുക, ഇതാണ് മെയിൻ പരിപാടി കേട്ടോ ഇപ്പം. അതുകൊണ്ട് ഫുൾ ടൈം ഒരാൾ കൂടെ വേണം. അത് തന്നെയാണ് അവസ്ഥ. കുറച്ച് വലുതായില്ലേ, ഇനി പ്രശ്നമില്ലല്ലോ എന്നെല്ലാം പറയുവേ. പക്ഷെ എന്ത് കാര്യം ഇതാ, എന്ത് കണ്ടാലും പിടിച്ച് നിൽക്കല്, പിടിച്ച് നടക്കാനും തുടങ്ങി കേട്ടോ. സോഫ പിടിച്ച് കാല് വെക്കാൻ തുടങ്ങി. സ്റ്റെയർ കേസിൻ്റെ ആടെ ഇപ്പൊ ബ്ലോക്ക് ആക്കലാം സോഫയും വെച്ചിട്ട്, അല്ലെങ്കിൽ അതിന്റെ മേലെ കയറും. അതുകൊണ്ട് അമ്മമ്മേനായിട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ അമ്മമ്മേനെ ഇട്ടാ വരപ്പിക്കോള്. ബാക്കിൽ തന്നെ ഓടണേ ഇവളെ അല്ലേ? അമ്മമ്മ മറി വന്നിട്ട് അയ്യോ ഞാൻ എങ്ങനെയാ ഓടുക ബാക്കില്. ഓൾ അതിന്റെ മേലെ കയറും, ഇതിന്റെ മേലെ കയറും, അതിന് കണക്കായിട്ട് നിക്കണം. അമ്പോ പോന്ന മിച്ചു സ്കൂളിൽ പോയിനി. മിച്ചു പോയിനി സ്കൂളില്. ഉടുപ്പ് വൈകുന്നേരം ഇടാൻ വേണ്ടി എടുത്തു വെച്ചാണ്. ആ ഞാനും നിച്ചോട്ടിയും കൂടെ മേലേക്ക് വന്നതാണേ. ഇന്ന് വൈകുന്നേരം റിസപ്ഷന് പോകാനുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഏത് ഡ്രസ്സാണ് ഇടുക എന്നുള്ള കൺഫ്യൂഷൻ. പണ്ടെല്ലാണെങ്കിൽ ഉണ്ടല്ലോ ഡ്രസ്സെല്ലാം ഒരാഴ്ച മുന്നേ സെറ്റാക്കി വെക്കും, ഏതാ ഇടണ്ടേ അങ്ങനെ എങ്ങനെയാണെന്നെല്ലാം. ഇത് പിള്ളേർക്ക് ഇടേണ്ടതെല്ലാം സെറ്റാക്കി, എൻ്റെത് ഞാൻ ഏതായാലും എന്തെങ്കിലും നോക്കിയിട്ട് ഏതെങ്കിലും ഒന്ന് ഇടാന്ന് വെച്ചതാണ്. അപ്പം ഏതാ ഇടുക എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി വന്നതാണ്. ഫസ്റ്റ് ഓപ്ഷൻ ദിസ് ബ്ലാക്ക്, പിന്നെ ഏതാ, പിന്നെയുള്ളത് ഈ ഒരു ഓറഞ്ച് ഡ്രസ്സ്, അല്ല മുന്നേ നിങ്ങൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. പിന്നെ ഈ ഒരു പിങ്ക് ഡ്രസ്സ്, ആൻഡ് ഫൈനലി എടുത്തു ഈ ഒരു വൈറ്റ് ഡ്രസ്സ്. ഈ 4 എണ്ണമാണ് ഓപ്ഷനിലുള്ളത്. ഒന്ന് ഇട്ട് നോക്കി ഏതാ സെറ്റ് ആവുന്നേ നോക്കട്ടെ. കുട്ടി പറ ഏതാ അമ്മക്ക് ഇടണ്ടേ? ഏതോട് പിങ്കാ? ആ നീ പിന്നെ പിങ്കാളി ആയതുകൊണ്ട് പിങ്കല്ലേ പറയുള്ളൂ. അമ്മ ഇട്ട് നോക്കട്ടെ. കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി യാമിക്കുട്ടിക്ക് കുറുക്കാക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. സാധാരണ ഞാൻ സന്ധ്യക്കത്തെ കുറുക്ക് ഒരു 7 മണി 7:30 ആകുമ്പോൾ കൊടുക്കല്. പക്ഷേ ഇത് നമ്മൾ റിസപ്ഷന് പോകുന്നതുകൊണ്ട് ഒരു 6:30 ആകുമ്പോൾ നമ്മളിവിടെ ഇറങ്ങും. അപ്പം അതിന് മുന്നേ കുറുക്ക് കൊടുത്തിട്ട് പോയാൽ പിന്നെ വലുതായിട്ട് വിശക്കൂലല്ല. ഒരു 2-2.5 മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഇടയിൽ ഫീഡ് ചെയ്യേണ്ടി വരില്ല. അതുകൊണ്ട് ഞാൻ കുറുക്കാക്കിയിട്ട് വേഗം റെഡിയാവും. യാമിക്ക് ഞാൻ റവ കുറുക്കാന്ന് ആക്കിയത്. റവയും കുറച്ച് ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് ഇട്ടിട്ടുള്ള കുറുക്കാണേ. അപ്പം ഇത് കുറച്ച് കൊടുത്തിട്ട് കൊണ്ടുപോയാൽ പിന്നെ സമാധാനമായി. കുറുക്കൊക്കെ കൊടുത്തിട്ട് ഇതാ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. ഞാൻ ആ ബ്ലാക്ക് ഡ്രസ്സാണ് കേട്ടോ ഫൈനലി സെലക്ട് ചെയ്തത്. എല്ലാവരും റെഡി ആയിട്ട് വണ്ടിയിൽ കയറുന്നുണ്ട്. അമ്മയും മക്കളും ഇതാ കയറാൻ പോകുന്നുണ്ട്. എല്ലാവരും ചടപടാന്ന് പറഞ്ഞിട്ട് റെഡി ആയതാണ്. അമ്മേൻ്റെ സാരി കിട്ടിയിട്ടില്ല. അമ്മേൻ്റെ സാരി യെല്ലോ ആൻഡ് ഫോട്ടോ എടുത്തിന അമ്മ സാരി തിരിഞ്ഞു പോയിട്ടൊന്നുമില്ലല്ലോ, കൊടുത്തതില്ല. മറ്റേ കളറുണ്ട്, യെല്ലോ ആൻഡ് മെറൂൺ. അമ്മ എന്നെ പേടിച്ചിട്ട് എടുത്ത സാരിയാണിത്. അമ്മ പോയിട്ട് ലൈറ്റ് കളർ എടുത്തിട്ട് വന്നു. ഇറങ്ങാൻ പോകുമ്പോ ഓർമ്മ വന്നു, വീട്ടിലെത്തി എന്റെ കലമ്പ് കിട്ടുന്നു. അതുകൊണ്ട് അങ്ങനത്തെ എടുത്ത്. മിച്ചുട്ടി നല്ല ഫോമിലാന്നേ. കുട്ടി ഇതാ ഇവിടെ ലൈറ്റ് ഇല്ല, ഇരുടായി.
നമ്മുടെ കണ്ണൂർ തന്നെയുള്ള ഹജ്മൂസ് കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ് റിസപ്ഷൻ ഉണ്ടായത്. അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ടേക്ക് എത്തി, വണ്ടിയൊക്കെ വെച്ചിട്ട് അകത്തേക്ക് കയറി. അപ്പോൾ ജസ്റ്റ് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഏട്ടനും ഇന്ന് മാച്ചിങ് ആണേ. ഏട്ടൻ്റെ കൂടെ മാച്ച് ആക്കണമെങ്കിൽ ഞാൻ ബ്ലാക്ക് ഇടുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് ഏട്ടൻ കളർ ഇടാനൊന്നും പോകുന്നില്ല. അപ്പോൾ ബാക്കി ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ കുറേ ഫ്രണ്ട്സ് ടീമൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ കയറിയിട്ട് അച്ഛൻ ആദ്യം ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മളും കയറി ചെറുക്കനെയും പെണ്ണിനെയൊക്കെ വിഷ് ചെയ്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇറങ്ങി. ഈ ഒരു ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. നമ്മളവിടുന്ന് ജസ്റ്റ് ഒരു സെൽഫി എടുത്തതാണ്. യാമിക്കുട്ടി അവിടെ പാട്ട് വെച്ചിട്ടുള്ളതുകൊണ്ട് ഫുള്ള് കൈ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുവാണ്. പാട്ട് കേട്ടാൽ അപ്പം യാമിക്കുട്ടി കൈ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുവേ. പിന്നെ അമ്മേൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കയറിയിട്ട് ഫോട്ടോസ് എടുത്തു. ഇതെല്ലാം അമ്മേൻ്റെ സ്കൂളിലുണ്ടായ ടീച്ചേഴ്സാണ്. ഇപ്പോൾ ഉണ്ടായത് മുന്നേ വർക്ക് ചെയ്തതൊക്കെ ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. അപ്പോൾ അവരുടെ കൂടെയൊക്കെ കയറിയിട്ട് ഫോട്ടോയിലെടുത്തു. ടീമായിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്മക്ക് പരിചയമുള്ള ആൾക്കാരാണ് മെജോറിറ്റി ആൾക്കാരുണ്ടായത്. അപ്പോൾ അമ്മ പഴയ ടീച്ചേഴ്സിനൊക്കെ കണ്ട സന്തോഷത്തിൽ ഇങ്ങനെ പോവുകയാണ്. സുജാത ടീച്ചറും റീന ടീച്ചറും എല്ലാം ഇതാ യാമിക്കുട്ടീനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ യാമിക്കുട്ടി എല്ലാവരോടും അങ്ങനെ മുഷിപ്പൊന്നും കാണിക്കാതെ മിങ്കിൾ ചെയ്തിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്കും കുറച്ച് സമാധാനം. യാമി കരയുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ അവിടെ ചെറിയ കേക്ക് കട്ടിങ്ങെല്ലാം ഉണ്ടായിരുന്നു. ചെക്കനും പെണ്ണും, ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ നിന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത്. പിന്നെ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിനി. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയായി. അമ്മേൻ്റെ പണ്ടത്തെ ടീച്ചറും മക്കളൊക്കെ ഉണ്ടായിനി. അവർ നമ്മളെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അമ്മേനെ വീഡിയോയിലോട് ഇപ്പം കാണലുണ്ട് എന്നെല്ലാം പറഞ്ഞു. അതുകൊണ്ട് അമ്മക്കും ഭയങ്കര ഹാപ്പിയായി. അവരെല്ലാവരും വീഡിയോയിൽ എടുക്കാൻ പറ്റിയതിൽ സന്തോഷമായി. പിന്നെ അമ്മേൻ്റെ ഒരു ടീച്ചറെ മോളുണ്ടായിനി, ഓടി വന്ന് വർത്താനൊക്കെ പറഞ്ഞ്. പിന്നെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സാണ് ജയനാൻറ്റി, നിത്യനങ്കളും. അപ്പോൾ ഇവർ നമ്മുടെ കൂടെ വണ്ടിയിൽ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായി. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കുറേ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നലത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളായിരുന്നു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രി റിസപ്ഷനൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ കുറച്ച് ലേറ്റായി, 9:30-10 മണീൻ്റെ അടുത്തായി. പിന്നെ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി ഉറക്കമൊക്കെ ആകുമ്പോഴേക്ക് ലേറ്റായി. അതുകൊണ്ട് എനിക്ക് വീഡിയോ എൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. തൊട്ടടുത്ത ദിവസം രാവിലെയാണ് എൻഡ് ചെയ്യുന്നത്. അപ്പം 2 ദിവസത്തെ കല്യാണ മാമാങ്കം അങ്ങനെ കഴിഞ്ഞു. മിനിയാന്നത്തെ ഹൽദീൻ്റെ ഞാൻ ലോങ് വീഡിയോ എടുത്തിട്ടുണ്ടായിട്ട് ഷോർട്ട് വീഡിയോ ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു കല്യാണം എല്ലാം കൂടുന്നത്. കല്യാണം കൂടിയിട്ടില്ല, റിസപ്ഷനും ഹൽദിയെല്ലാം കൂടുന്നത്. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയായി, ഒന്ന് റിലാക്സ് ആയി. ഒരു ഫംഗ്ഷനൊക്കെ പോയിട്ട് കുറേ നാളായില്ലേ, പ്രഗ്നൻസിയിലും ഡെലിവറിയിലും ഒന്നും കഴിഞ്ഞിട്ടും ഒന്നും പോകാൻ പറ്റിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. യാമിക്കുട്ടി വലിയ ബുദ്ധിമുട്ടൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. ഫുഡൊക്കെ കൊടുത്തിട്ട് പോയത് കൊണ്ട് പിന്നെയും ആൾക്കാരെയൊക്കെ കാണുമ്പോൾ യാമി ഇങ്ങനെ നോക്കി നിന്നോളൂ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഒരു മാക്സിമം 2 to 3 മണിക്കൂറത്തെ ഫംഗ്ഷൻ അല്ലേ, അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. AC ഒക്കെ ഉണ്ടായതുകൊണ്ട് ചൂടിൻ്റെ കാര്യം ഒന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല. അത് എനിക്ക് നല്ല പേടിയുണ്ടായി. യാമിക്ക് ഭയങ്കര വേർപ്പാണ്. ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേരെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് അതും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ